ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർദ്രാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊക്കെ മീൻ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കുറച്ച് മീൻ കിട്ടി ഫ്രണ്ട്സ്. കണ്ടില്ലേ, ഇവരെല്ലാം ജീവനുണ്ട്. ഇനി ഞാൻ ഇവരെല്ലാം എപ്പോൾ കറി വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ആർദ്രയാണ് അതേ കണ്ടില്ലേ, ഈ കിടന്ന് പിടയ്ക്കുന്ന ഇവനെ പിടിച്ച് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ട് അവന് ഡുണ്ടു എന്ന് പേര് വിട്ടു. എന്നിട്ട് അവനെ വളർത്താൻ പോകുന്ന പറഞ്ഞു. ഇപ്പോൾ സമയം 5:45 മീൻ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇനി ഇതിനെ എല്ലാം വൃത്തിയാക്കണം. ഞാൻ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഈ ആറ്റുമീൻ, ഇങ്ങനത്തെ മീനെ വളർത്തുമീനല്ലല്ലോ അല്ലേ, സോറി കേട്ടോ, ഈ ആറ്റുമീൻ എനിക്കറിയത്തില്ല. ഇതിനെ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് ഫിഷെല്ലാം വൃത്തിയായല്ലേ വാങ്ങിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇതിനെ എങ്ങനെ ശരിയാക്കുമെന്ന് ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ച് നിന്നു. ഇവൻ്റെ ഇങ്ങനെ കിടന്നെന്ത് ഇങ്ങനെയാണ് ചാടുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. ഇതിനെ ഞാൻ എങ്ങനെ വൃത്തിയാക്കി കറി വെക്കുമെന്ന്. അങ്ങനെ അവൾ ഒരെണ്ണത്തിനെ എടുത്ത് അപ്പുറത്തെ ഇതിലാക്കി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പം ബാക്കി എല്ലാത്തിനെയും എനിക്ക് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവളതിനെ ഇനി തരത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഈ കുരിപ്പ് കാരണം എനിക്ക് ഓരോരോ പണികൾ. അങ്ങനെ ഞാൻ ഇവരെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വൃത്തിയാക്കാൻ പോവാം. ഇവനോട് കിടക്കട്ടെ, ഇവനെ നമുക്ക് ഇവൾ വളർത്തുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച എങ്കിൽ പിന്നെ കൊണ്ടുവരട്ടെ, ഞാനെന്ത് ചെയ്യാൻ ഇതിനെ, എന്തായാലും ഇതിനൊന്നും കൊല്ലാൻ പറ്റത്തില്ല, പാവം. അപ്പോൾ ഞാനിതിനെ കൊണ്ട് കല്ലിലൊക്കെ ഇട്ട് ഉരച്ചും തൊലിയിരിച്ചും ഒക്കെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. എങ്ങനെയൊക്കെയോ എത്ര സമയം എടുത്തെന്നറിയോ, പകുതി ഒരുപാട് സമയം എടുത്തു എനിക്ക്. അപ്പോഴത്തേക്കിന് ഭയങ്കര മഴയും. ഈ മഴയെല്ലാം നനഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതെങ്ങനെയൊക്കെയോ വൃത്തിയാക്കി. അപ്പോഴത്തേക്കും സന്ധ്യയായി, ഇരുട്ടി. അതുകൊണ്ടല്ലേ നല്ല മഴയാണ്, നല്ല ശക്തിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ തൊലിയൊക്കെ കുറിച്ച് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതാ ഇവനെ. സിലോപ്പിയും വരുന്നേ, സിലോപ്പി ഞാൻ വറക്കാൻ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇവനെ ഇനി നമുക്ക് രാവിലെ ആർദ്രകൂട്ടൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി നന്നായിട്ടങ്ങ് വറുത്തെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വറുത്ത് കഴിഞ്ഞപ്പം. അങ്ങനെ സിലോപ്പി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ആർദ്രക്കൂട്ടൻ വലിയ മീൻ നോക്കി നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആർദ്രക്കൂട്ടന് ഫിഷ് ഫ്രൈ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ വലിയ ഫിഷിനെയും കൊണ്ടാണ് സ്കൂളിൽ പോയത്. പിന്നെ ബാക്കിയിരുന്ന ഞങ്ങൾ കാരി എന്നാന്ന് തോന്നുന്നു പറയുന്നത്, അതിന് നമുക്കങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പുളി, വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻകറിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ചുമ്മാ ഒരു വ്ളോഗായിട്ടങ്ങ് ഒരു വീഡിയോ ആയിട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വെളിച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവ പൊടിച്ചതില്ല എന്നിട്ടോ ഉലുവയും കടുകൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും ചേർത്ത് അങ്ങനെ മീൻ കറിക്കിൽ അങ്ങ് ഉപ്പൊക്കെ ഇട്ട് വിതറി മീൻ കറി റെഡിയാക്കി എടുക്കും. അതും എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീനേ ഉള്ളൂ കേട്ടോ. അത് 2 കുഞ്ഞു മീനേ ഉള്ളായിരുന്നു. അതിൽ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു സൂപ്പർ മീൻ കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. മീൻ കിട്ടാതിരുന്നു കുറേ ദിവസമായി, എനിക്കൊന്നൊരു 10-15 ദിവസത്തോളം. അന്ന് ആ കപ്പലിൽ നിന്ന് മുങ്ങിയ സമയം മുതലേ ഞാൻ മീൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നല്ല വറ്റിച്ചെടുത്തിരിക്കുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഇവിടെ എല്ലാവർക്കും ചാറിങ്ങനെ കുറുകിയിരിക്കണം. അതുകൊണ്ട് മീൻ തീരുന്നതിന് മുമ്പേ ചാറ് തീരും ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു മീൻ കറിയുടെ പ്രത്യേകത. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മീൻ കറി കേട്ടോ. നല്ല മീനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അല്ലാതെ വാങ്ങുന്ന മീനിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇനി ഇത് വാങ്ങൂല കേട്ടോ. എന്നെക്കൊണ്ട് ഇത് വൃത്തിയാക്കി എടുക്കുന്നത് ഭയങ്കര പാടായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇനി ഈ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എന്നാലും സിലോപ്പി കുഴപ്പമില്ല, ഇവനെ ഇനി ഞാൻ എടുക്കത്തില്ല. അങ്ങനെ നമ്മുടെ എല്ലാം റെഡിയായി.